ഹായ് എവ്രിവൺ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഈസ്റ്റ് ചേർക്കാത്ത വളരെ സോഫ്റ്റും ഫ്ലഫിയും ആയിട്ടുള്ള ഒരു അപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നോക്കാൻ പോണത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ച് ഒരു 4 മണിക്കൂറോളം കുതിർത്തി വെക്കണം. അരി കുതിർന്ന് അരയ്ക്കുന്നതിൻ്റെ തൊട്ട മുന്നേ ആയിട്ട് ഒരു അരമണിക്കൂറോളം ഒരു 1/2 കപ്പ് അവിൽ, അതായത് പോഹ, അത് നമുക്ക് ഒന്ന് റിൻസ് ചെയ്തതിന് ശേഷം വെള്ളമൊഴിച്ച് കുതിർത്തി വെക്കണം. അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ അവിലിൽ ഈ വെള്ളമൊക്കെ അബ്സോർബായിട്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് ചിരവിയ തേങ്ങ കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ ഈ സാധനങ്ങൾ 3 ഇടണം, പോഹയും അരിയും തേങ്ങയും. അപ്പോൾ ഞാനിവിടെ 2 ബാച്ചായി ഇട്ടിട്ടാണ് അരയ്ക്കുന്നത്. ഇത് അരയാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു സ്മൂത്ത് ബാറ്റർ ആക്കിയിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് ഒരു 8 തൊട്ട് 12 മണിക്കൂർ നമുക്കിതിനെ അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ ഫെർമെൻറ്റായി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർക്കാം. ബേക്കിംഗ് സോഡ ചേർത്തു എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് അതിനെ മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു അപ്പച്ചട്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അപ്പം ഉണ്ടാക്കി ശീലമുള്ളവർക്കറിയാം. ഒഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് സ്വേൾ ചെയ്യുക. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ വെന്തോ എന്നുള്ള വല്ല സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ നടുഭാഗം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അതിലത്തെ മാവൊക്കെ നന്നായി വെന്തോ എന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പം റെഡിയായി എന്നർത്ഥം. ഇതുപോലെ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ബാക്കിയുള്ള അപ്പങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഇതിന് പറ്റിയ കോമ്പിനേഷനായിട്ടുള്ള കറികളും അതോടൊപ്പം തന്നെ പാലപ്പത്തിൻ്റെയും മറ്റ് വെള്ളപ്പത്തിൻ്റെയും ഒക്കെ റെസിപ്പികൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.